കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവം. ആ സംഭവത്തിൽ കുട്ടിയുടെ അമ്മ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പാലക്കാട് നിന്നാണ് അമ്മ ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തത്. ദേവേന്ദുവിനെ കൊന്നത് ശ്രീതുവിന്റെ അറിവോടെയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതോടെയാണ് പോലീസ് നടപടി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ശ്രീതുവിന്റെ സഹോദരനാണ് കുഞ്ഞിനെ കിണറ്റിലിട്ടത് എന്ന് അയാൾ തന്നെ സമ്മതിച്ചിരുന്നു. അന്ന് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു ശ്രീതുവിന്റെ പങ്ക് എന്താണ് ഈ സംഭവത്തിൽ എന്നതിൽ. ഇപ്പോൾ ഇതാ ഫോറൻസിക് വിവരങ്ങൾ കൂടി വെച്ചുകൊണ്ട് ശ്രീതു അറസ്റ്റിലായിരിക്കുന്നു. എന്താണ് അന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ജനുവരി മാസം 30-ാം തീയതി പുലർച്ചെയാണ് ബാലരാമപുരത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള ഹരികുമാർ തൻ്റെ സഹോദരി ശ്രീതുവിൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ വീടിന് സമീപത്തെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആദ്യം പോലീസ് അന്വേഷണം നടത്തുകയും പിന്നീട് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചിൻ്റെ വിശദമായ അന്വേഷണത്തിലാണ് ഈ ഹരികുമാർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് കാരണം ശ്രീതുവിന് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്ത നേരത്തെ മുതൽ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ കൃത്യമായ മൊഴി നൽകാൻ ശ്രീതുവും അതോടൊപ്പം ഹരികുമാറും ആദ്യം തയ്യാറായിരുന്നില്ല. ഇവരുടെ കുടുംബാംഗങ്ങളിൽ നടക്കം വിശദമായ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഡിലീറ്റായ വാട്സാപ്പ് ചാറ്റുകളടക്കം വീണ്ടെടുക്കുകയും ചെയ്തതോടെയാണ് കൃത്യമായി ശ്രീതുവിൻ്റെ അറിവോടെ തന്നെയാണ് ഹരികുമാർ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്ന് വ്യക്തമായത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീതുവിനെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം, ഹരികുമാറിന് ശ്രീതുവിനുണ്ടായിരുന്ന താല്പര്യത്തിന് ഈ കുഞ്ഞ് തടസ്സമാകുമെന്ന വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളല്ല ലഭിച്ചതെന്ന് കൃത്യമായ ആസൂത്രണത്തോടെ ശ്രീതു ഈ കൊലപാതകം നടപ്പിലാക്കുന്നതിന് ഹരികുമാറിനെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഹരികുമാറിന് മാനസിക വെല്ലുവിളി ഉള്ള കാര്യം പൊതുവെ സമീപവാസികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കുറ്റകൃത്യം ഹരികുമാറിനെ കൊണ്ട് നടപ്പിലാക്കിയത് കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇവരുടെ ഫോണുകളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശ്രീതുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ച റൂറൽ SP ഓഫീസിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ബാലരാമപുരം കൊലപാതകത്തിൽ ശ്രീതുവിൻ്റെ അമ്മ ശ്രീതുവിൻ്റെ നിർണായകമായ പങ്ക് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീതുവിനെ പാലക്കാട്ട് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകം അന്ന് നമ്മളെയൊക്കെ വലിയ രീതിയിൽ ഞെട്ടിച്ചതാണ്. കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ കുഞ്ഞിനെ കാണാതായി എന്ന് ആദ്യം പറയുന്നു. പിന്നീട് കുഞ്ഞിനെ സഹോദരൻ അരികിൽ കിടത്തി പോയി എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള മൊഴി മാറ്റങ്ങളുണ്ടായി. അതിനിടയിൽ ഏത് ഉപദേശം സ്വീകരിച്ചാണ് ശ്രീതു ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിന്നത് എന്ന സംശയങ്ങളുണ്ടായി. അങ്ങനെ പലവിധ സംശയങ്ങൾക്കൊടുവിൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പരിശോധന നടത്തിയ ശേഷമാണ് ശ്രീതുവിൻ്റെ അറിവോടെ അല്ലെങ്കിൽ ശ്രീതുവിൻ്റെ ആവശ്യപ്രകാരം ആണ് ഹരികുമാർ ഇങ്ങനെയൊരു കൊടും ക്രൂരകൃത്യം ചെയ്തത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായത്. ഡാൻ, ആ സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ അന്ന് പുലർച്ചെ ഈ കുഞ്ഞിനെ കാണാതായി എന്നൊരു വാർത്ത വരുന്നു. തുടർന്ന് പരിശോധന നടത്തുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ വീടിനോട് തൊട്ട് ചേർന്നുള്ളൊരു കിണർ. ആ കിണറ്റിലേക്ക് എന്തായാലും 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് തനിയെ പോയില്ലെന്ന് ഉറപ്പായിരുന്നു. അവിടെ തുടങ്ങിയ സംശയങ്ങളാണ്. എന്തൊക്കെ ട്വിസ്റ്റുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ സംഭവം? അതായത് ജനുവരി 30-ന് പുലർച്ചെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഹരികുമാർ മുറിക്കുള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വീടിന് പിൻവശത്തെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നാണ് അന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ ബാലരാമപുരത്ത് ഈ വീടിനോട് ചേർന്ന് ഈ ഹരികുമാറും ശ്രീതുവും അമ്മയും അടക്കം താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് തൊട്ട് വീടുകളാണ്. എന്ത് സംഭവിച്ചാലും അയൽവാസികൾക്ക് അറിയാൻ കഴിയും. അത്രയും അടുത്തടുത്ത് വീടുകളുണ്ട്. എന്നിട്ട് പോലും ഈ ഹരികുമാറിനെ കുറിച്ചോ ശ്രീതുവിനെ കുറിച്ചോ ഒന്നും കൂടുതലായി അവിടുത്തെ സ്ഥലവാസികൾക്ക് പ്രദേശവാസികൾക്ക് ഒന്നും അറിയില്ല. കാരണം അവർ മറ്റുള്ളവരുമായി അങ്ങനെ അയൽവാസികളുമായി അടക്കം അത്രയും
അങ്ങനെ ഒരു ഇഴയെടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്വഭാവം, ഒരു ദുരൂഹമായ സ്വഭാവമായിരുന്നു ശ്രീധുവിനും ഹരികുമാറിനും. ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു ശ്രീധു. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഇങ്ങനെയൊരു ആരോപണം നേരിടുമ്പോൾ ഇതിലെ വസ്തുത എന്താണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം നന്നായി പാടുപെട്ടു. കാരണം ഹരികുമാർ ആദ്യം താനാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുകയും പിന്നീട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊലപാതകം നടത്തിയത് താനല്ല ശ്രീധുവാണ് എന്ന് മാറ്റി പറയുകയും അങ്ങനെ മൊഴി മാറ്റുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അന്വേഷണ സംഘത്തിന് ഏക ആശ്വാസമായി മാറിയത്, അല്ലെങ്കിൽ ഇതിൽ ഏക പിടിവള്ളിയായി മാറിയത് ഇവരുടെ കൈവശമുള്ള ഫോണിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ കിട്ടും എന്ന സൂചന തന്നെയാണ്. അങ്ങനെയാണ് ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് കൃത്യമായ ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. തൊട്ടടുത്തടുത്ത മുറികളിൽ ശ്രീധുവും ഹരികുമാറും ഇരുന്ന് വാട്സാപ്പിൽ വീഡിയോ കോളുകൾ ചെയ്യുകയും വാട്സാപ്പ് കോളുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ തെളിവുകൾ ആദ്യം കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് എന്താണ് ഈ തൊട്ടടുത്തടുത്ത മുറികളിൽ ഉണ്ടായിട്ടും അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താനായി വീണ്ടും പരിശോധന നടത്തിയത്. അതാണ് കൃത്യമായി ഈ കൊലപാതകത്തിലേക്കൊരു ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പിന്നീട് ഈ ഫോണിലെ ഡിലീറ്റായ ചാറ്റുകൾ വീണ്ടെടുത്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഹരികുമാറിനെ അടക്കം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ശ്രീധുവിൻ്റെ അറിവോടെയാണ് ഹരികുമാർ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, അമ്മയുടെ അറിവോടെയാണ് കുഞ്ഞിനെ കൊന്നിരിക്കുന്നത് എന്ന കാര്യം ഹരികുമാർ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഉറപ്പിച്ചത്. അത് റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇക്കാര്യങ്ങൾ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്.